2024 തെരഞ്ഞെടുപ്പുകളുടെ വർഷമാണ്. ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇത് പറയുമ്പോൾ റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാസത്തിൽ മഹത്തായ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ബാക്കിയിരിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപ് തമ്മിലായിരിക്കും ഏറ്റുമുട്ടൽ എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ്. 97 കോടിയിൽ പരം ആളുകൾക്കാണ് വോട്ടവകാശമുള്ളത്. ഒന്ന് ആലോചിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 7 ഘട്ടങ്ങളിലായിട്ട് വോട്ടെടുപ്പ് നടക്കും. ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 വോട്ടെടുപ്പ് പ്രക്രിയ അവസാനിക്കും. ജൂൺ 4 വോട്ടെടുപ്പ്. അന്ന് ഏകദേശം ഉച്ചയാകുമ്പോഴത്തേക്കും രാജ്യത്തിൻ്റെ ഭാഗധേയം അടുത്ത 5 കൊല്ലത്തേക്ക് ആരാണ് നിയന്ത്രിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമാവും. കേരളത്തിൽ ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ്. ഒരു വിധത്തിൽ നന്നായി. കാരണം അതിഭയങ്കരമായ ചൂടാണ്, കുടിവെള്ളക്ഷാമം വരാൻ പോകുന്നു, മഴയുടെ പൊടി പോലും കാണാനില്ല. സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമൊക്കെ ഈ കൊടും വേനലിൽ പൊടി തിന്ന് വെള്ളം കുടിക്കാൻ പറ്റാതെ നാട് തെണ്ടി നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുവരും. സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പണച്ചെലവ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കും. ജൂൺ 1 തെരഞ്ഞെടുപ്പെങ്കിൽ ഏകദേശം 25-30 കോടി ഓരോ മണ്ഡലത്തിൽ കൂടുതലായിട്ട് ചിലവഴിക്കേണ്ടി വരും. ഏപ്രിൽ 26 ആയതുകൊണ്ട് ആ കാര്യത്തിലൊരു സമാധാനമുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഈ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാവും. പശ്ചിമ ബംഗാളിൽ 7 ഘട്ടമായിട്ടാണ്. കാശ്മീരിൽ 6 മണ്ഡലങ്ങളേ ഉള്ളൂ. അവിടെ 6 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് എടുക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഒരു മണ്ഡലം എന്ന ക്രമത്തിലായിരിക്കും അവിടുത്തെ വോട്ടെടുപ്പ്. മഹാരാഷ്ട്രയിലും പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കേരളീയരായ നമുക്ക് ആ കാര്യത്തിൽ സമാധാനിക്കാം, നമുക്ക് അഭിമാനിക്കാം. ഒറ്റഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ക്രമസമാധാന പ്രശ്നങ്ങളെ ഈ നാട്ടിലുള്ളൂ. തമിഴ്നാട്ടിലും അതുപോലെ തന്നെയാണ്. കർണാടകത്തിൽ 2 ഘട്ടമായിട്ടാണ്. ഈ ഘട്ടമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ തുടങ്ങിയത് തന്നെ എൻ്റെ ഓർമ്മയിൽ 1980 ഐതിഹാസികമായ 1971 തെരഞ്ഞെടുപ്പും 1977 തെരഞ്ഞെടുപ്പും ഒറ്റ ദിവസം കൊണ്ടാണ് പൂർത്തിയായത്. 77 തെരഞ്ഞെടുപ്പ് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. മാർച്ച് 19 ആയിരുന്നു വോട്ടെടുപ്പ്, മാർച്ച് 20 ആയിരുന്നു വോട്ടെണ്ണൽ. അന്ന് വൈകുന്നേരമല്ല, രാത്രി ആയപ്പോഴത്തേക്കും ആ ഫലങ്ങൾ പുറത്തു വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വരാൻ തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെത് രാത്രി നേരം പുലരുമ്പോഴേക്കാണ് വന്നത്. ഇന്ദിരാഗാന്ധി തോറ്റു എന്ന വാർത്ത ഏതാണ്ട് രാത്രി 2:30 മണിക്കോ 3 മണിക്കോ മറ്റാണ് ആകാശവാണി ജനങ്ങളെ അറിയിച്ചത്. 1980 2 ഘട്ടമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയത്. അന്ന് തിരുവിതാംകൂർ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് മലബാറിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ആദ്യത്തെ റിസൾട്ട് വന്നു. പിന്നീട് 2ാം ഘട്ടത്തിൻ്റെ വോട്ടെടുപ്പ് പൂർത്തീകരിച്ച ദിവസം ആദ്യത്തെ റിസൾട്ട് വന്നു. രണ്ടാമത്തെ റിസൾട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. അങ്ങനെയാണ് 2 ഘട്ട തിരഞ്ഞെടുപ്പ് വന്ന് 80. 1991 നമ്മുടെ TN ശേഷൻ കമ്മീഷണറായിരിക്കുമ്പോഴാണ് 3 ഘട്ടമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആദ്യത്തെ ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തേന് ഒരുങ്ങുന്ന സമയത്താണ് രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ചത്. അതേ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 2 ആഴ്ചക്കോ 3 ആഴ്ചക്കോ മാറ്റിവെച്ചു. ആ സമയം കൊണ്ട് കോൺഗ്രസ്സുകാർ ഇവിടെ കരഞ്ഞു വിളിച്ച് ഈ ചിതാഭസ്മവും കൊണ്ട് കിടന്ന് വോട്ട് പിടിച്ച് അവർക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിച്ച് അധികാരത്തിൽ വരികയാണ് ഉണ്ടായത്. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിലാണ് നടന്നതെങ്കിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമായിരുന്നു. പക്ഷേ ബോംബ് പൊട്ടിയതിന് ശേഷമായതുകൊണ്ട് 3 ആഴ്ച വൈകിയതുകൊണ്ട് കരുണാകരൻ വീണ്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ ഓർമ്മകൾ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സമീപകാലത്താണ് 5 ഘട്ടം 6 ഘട്ടം 7 ഘട്ടമൊക്കെ ആയത്. ഇപ്പോൾ 7 ഘട്ടത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ജൂൺ 4 വോട്ടെണ്ണും. ജൂൺ 15 വരെ സമയമുണ്ട് പുതിയ പാർലമെൻറ്റ് പ്രാബല്യത്തിൽ വരാനും പുതിയ മന്ത്രിസഭ അധികാരമേൽക്കാൻ. ഏതായാലും സന്തോഷകരമായ കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ വരിക എന്ന് പറഞ്ഞാൽ. വലിയ ജനാധിപത്യ ഉത്സവം, ജനാധിപത്യ മാമാങ്കം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഒരു ഭാഗത്ത് BJPയും നരേന്ദ്രമോദിയും നയിക്കുന്ന വിഖ്യാതമായ ദേശീയ ജനാധിപത്യ സഖ്യം, മറുഭാഗത്ത് ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മഴവിൽ മുന്നണി. അതിനെ കോൺഗ്രസ് നയിക്കുന്നു എന്നാണ് സങ്കല്പം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ്സിലെ ജോസഫ് ഗ്രൂപ്പുണ്ട്, RSP ഉണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ താത്വികമായിട്ടും ദാർശനികമായിട്ടും അതിൻ്റെ ഭാഗമാണ്. മറ്റ് NCP പോലെ, മതേതര ശിവസേന പോലെ
ഉള്ള പാർട്ടികളുണ്ട്, DMK ഉണ്ട്. ഇവരെ കൂടി ചേർന്ന ഒരു അവിയൽ മുന്നണി അല്ലെങ്കിൽ സാമ്പാർ മുന്നണിയാണ് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തെ നേരിടുന്നത്. ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പോലെ ശക്തനായ ഒരു നേതാവുണ്ട്, അമിത്ഷായെ പോലെ ഒരു ചാണക്യനുണ്ട്, പിന്നെ RSSൻ്റെ സംഘടനാ സംവിധാനമുണ്ട്, ഹിന്ദുത്വം എന്ന അതിശക്തമായ അതിതീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ ആയുധമുണ്ട്, രാമക്ഷേത്രം പോലെ എണ്ണിപ്പറയാവുന്ന നേട്ടങ്ങളുണ്ട്. പിന്നെ രാജ്യത്തെ എല്ലാ വ്യവസായികളുടെയും പ്രവാസികളുടെയും അകമഴിഞ്ഞ സാമ്പത്തിക പിന്തുണയുണ്ട്. പണമാണല്ലോ പ്രധാനം. അപ്പോൾ എല്ലാം കൊണ്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. അവർക്ക് 270 സീറ്റ് കിട്ടുമോ, അതോ 300 സീറ്റ് കിടക്കുമോ, അല്ലെങ്കിൽ 350 എത്തുമോ, നരേന്ദ്രമോദി പ്രവചിച്ച പോലെ 370 എത്തുമോ, ദേശീയ ജനാധിപത്യ സഖ്യം 400 കടക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ആളല്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി, ബാക്കി നമുക്ക് വഴിയെ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.